ശ്രദ്ധിക്കണേ. ഇനിയിപ്പം നമ്മൾ നിലകൊള്ളുന്ന ലോകം മനുഷ്യന്റെ ജീവിതഘട്ടങ്ങളിൽ രണ്ടാമത്തെ ഘട്ടമാണിതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതേതാണ്? ഇത് ആലമുദ് ദുനിയാണ്. ഇത് ഭൗതികമായ ലോകമാണ്. ഇത് ഇഹലോകമാണ്. ഇവിടെ നിന്റെ ആയുസ് റസൂലുള്ളാഹി നേരത്തെ പറഞ്ഞതാണ്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. സയ്യിദുനാ റസൂലുള്ളാഹി എന്റെ ഉമ്മത്തെന്ന് എടുത്തു പറഞ്ഞു. അതിൽ നിന്ന് തന്നെ മനസ്സിലായി റസൂലുള്ളാഹിന്റെ ഉമ്മത്തല്ലാത്ത മിക്ക ഉമ്മത്തുകൾക്കും ആയുസ് വളരെ ദൈർഘ്യതയുണ്ടായിരുന്നു. 4000 വർഷം 3000 വർഷമൊക്കെ ജീവിച്ചു തീർത്ത ആളുകൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവ കുറഞ്ഞ ആയുസേ നമുക്ക് ഈ ലോകത്തുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ ചുരുങ്ങിയ ആയുസേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ തീരെയാണ് ഈ ലോകത്ത് നിന്ന് യാത്ര പോവാൻ മരണത്തോടുകൂടി പിന്നെ നമ്മൾ എത്തുന്നത് 3ാം ഘട്ട ജീവിതമാണ്. ആലമുൽ ബർസഖാണത്. ഖബർ എന്ന് പറയുന്ന ഭയാനകമായ ജീവിതമാണ്. 2ാം ഘട്ട ജീവിതത്തിന്റെയും 4ാം ഘട്ട ജീവിതത്തിന്റെയും ഇടയിലുള്ള ഒരു മറയുടെ ലോകം, അതാണ് ഖബർ. ബർസഖ് മറയുടെ ലോകമാണ്. എന്താണ് അതിനുള്ളിൽ നടക്കുന്നത്? അതൊരു ലോകമായിട്ടാണ് റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയത്. എന്തുകൊണ്ട്? ആദം നബി അലൈഹിസ്സലാം മുതൽ ഖബറിൽ കിടക്കുന്ന എത്ര ആളുകളാണ് വർഷങ്ങളായി ഖബറിൽ കിടക്കാൻ. 4ാമത്തെ ഒരു ഘട്ടത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കാൻ കാത്തിരിക്കുക. ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും മരിച്ചതിന് ശേഷമേ 4ാമത്തെ ഘട്ടം ഉണ്ടാവുകയുള്ളൂ. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ 3ാമത്തെ ഊത്ത് വരുമ്പോഴാണ് 4ാമത്തെ ഘട്ടത്തിലേക്കുള്ള കടന്നുപോക്ക്. അതുവരെ അവരിങ്ങനെ ഖബറിൽ കിടക്കാണ്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അത്ത അമ്മ കുടുംബാദികൾ പലരും ഒക്കെ ഇന്ന് ഖബറിലാണ്. അല്ലാഹുവരൊക്കെ ഖബർ സന്തോഷത്തിലാക്കുമാറാവട്ടെ. സ്വർഗീയ വിരിപ്പ് അല്ലാഹു ഖബറിൽ വിരിച്ചു കൊടുക്കുമാറാവട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മാ റഅയ്തു മൻളറൻ ഖത്തു ഇല്ലാ വൽ ഖബറു അഫളഅ മിൻഹു. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം, ഏറ്റവും ഭയാനകമായ രംഗം അത് ഖബറാണ്, ഖബറാണ്, ഖബറാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ രംഗം ഖബറാണ്. ആരാണ് പറയുന്നത് സഹോദര? ഇസ്രാ മിഅ്റാജ് രാവിൽ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഇതാ സ്വർഗ്ഗ നരകങ്ങൾ കണ്ട പ്രവാചകരല്ലയോ? ആ നരകത്തിന്റെ യാതനകൾ കൺമുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവവികാസങ്ങൾ ജിബ്രീൽ എന്ന മലക്ക് മുഖേന വ്യക്തമായി നേർക്കാഴ്ചയായി പ്രവാചകന് നൽകുകയാണ്. റസൂലുള്ളാഹി എന്നിട്ടും പറയുകയാണ്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ്, ഖബറാണ് സാബ. അതുകൊണ്ടല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരയുകയാണ്, ഖബർ എന്ന് കേൾക്കുമ്പോൾ വിലപിക്കുകയാണ്. നമുക്കിന്ന് കരച്ചിലുണ്ടോ? മാതാപിതാക്കൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ പോലും സെൽഫി എടുക്കുന്ന യുഗത്തിലേക്ക് സമൂഹം മാറിപ്പോയില്ലയോ? അവരുടെ ഫോട്ടോ എടുത്തുകൊണ്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും പ്രചരിപ്പിക്കുന്നതിനപ്പുറം ഖബറടക്കിക്കൊണ്ടിരിക്കുന്ന സീനുകൾ പോലും യൂട്യൂബിൽ ലൈവ് ചെയ്യുന്ന തരത്തിലേക്ക് ഇന്നത്തെ മുസ്ലിം സഹോദരങ്ങൾ മാറിപ്പോയില്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖബർ ഭയങ്കരമാണ്, ഭീകരമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് കേട്ടുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. വയുബ്കീക യാ ഉസ്മാൻ, ഉസ്മാനേ എന്താണ് ഇത്രത്തോളം കരയാൻ മാത്രം? ഖബർ എന്ന് കേൾക്കുമ്പോൾ വിലപിക്കുന്നത് എന്താണ്? ഖബർ കാണുമ്പോൾ ഇത്രത്തോളം പൊട്ടിക്കരയുന്നത് എന്താണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൗ കുന്തു ഫിൽ മഹ്ശരി കുന്തു മഅന്നാസ്. എന്നെ കൊണ്ടുപോയി വിചാരണയ്ക്ക് വേണ്ടി കത്തിച്ചിരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാളും നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണയ്ക്ക് വേണ്ടി നിർത്തിയാലും കുന്തു മഅന്നാസ്, അവിടെ ഞാൻ ജനങ്ങളോടൊപ്പമാണ്. ഈ ദുനിയാവിൽ നമസ്കരിച്ചവരുണ്ട്, ഈ ദുനിയാവിൽ സക്കാത്ത് കൊടുത്തവരുണ്ട്, ഈ ദുനിയാവിൽ നോമ്പ് നോറ്റവരുണ്ട്, ഈ ദുനിയാവിൽ ഹജ്ജ് ചെയ്തവരുണ്ട്, ഈ ദുനിയാവിൽ ഉംറ നിർവഹിച്ചവരുണ്ട്, ഈ ദുനിയാവിൽ പാവങ്ങളുടെ കണ്ണീരപ്പിയവരുണ്ട്, ഈ ദുനിയാവിൽ നിരാലംബര കവലംബമായവരുണ്ട്, ഈ ദുനിയാവിൽ
ദുനിയാവിൽ നാട്ടിലുള്ളതാകുന്ന പാവപ്പെട്ട സഹോദര സഹോദരിമാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് കോടിക്കണക്കിന് സലാത്തിന് നേതൃത്വം കൊടുത്ത അജ്വയുടെ പ്രവർത്തകരുണ്ട്. ഈ ദുനിയാവിൽ പാവങ്ങളുടെ കണ്ണീരപ്പിയ ആളുകളുണ്ട്, നിരാലംബര കവലമമായ ആളുകളുണ്ട്, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്ത ആളുകളുണ്ട്. ഈ ദുനിയാവിൽ എത്രത്തോളം നന്മകൾ ചെയ്യാൻ പറ്റുമോ ആ നന്മകൾ മുഴുവനും സാംശീകരിച്ചതായ ആളുകളെയെല്ലാം കൊണ്ടുവരുന്ന സ്ഥലമല്ലയോ മഹ്ശറ. അവിടെ നന്മ ചെയ്തവരുമുണ്ട്, അവിടെ തിന്മ ചെയ്തവരുമുണ്ട്. മഹ്ശറയിൽ ഞാൻ ഒറ്റക്കല്ല കുന്തു മഅന്നാസ്. വിചാരണ ഞാൻ നേരിടേണ്ടി വരിക, എന്റെ കൂടെ ആളുകളുണ്ട്. വൈദാ കുന്തു ഫിന്നാർ. മൂന്നാം ഖലീഫയായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് മക്കളെ വിവാഹം ചെയ്തതായ ദിന്നൂറൈനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് ഖബർ കേൾക്കുമ്പോൾ കരച്ചിൽ വരാനുള്ള കാരണം നരകത്തിലേക്ക് അല്ലാഹു എന്നെ വലിച്ചെറിഞ്ഞാലും കുന്തു മഅന്നാസ്. അവിടെയും എൻ്റെ കൂടെ ആളുകളുണ്ട്. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചവരുണ്ട്, ഈ ദുനിയാവിൽ വിചരിച്ചവരുണ്ട്, ഈ ദുനിയാവിൽ കഞ്ചാവിനടിമപ്പെട്ട ചെറുപ്പക്കാരുണ്ട്, ലഹരിക്കടിമപ്പെട്ട സഹോദരിമാരുണ്ട്, മാതാപിതാക്കൾ മറന്നുകൊണ്ട് കാമകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കറങ്ങി നടക്കുന്ന സഹോദരിമാരുണ്ട്, യുവതികളുണ്ട്. 40-കാരികളാകുന്ന സഹോദരിമാര് സ്വന്തം മക്കളെ മറന്നുകൊണ്ട് അന്യരാക്കപ്പെട്ട ചെറുപ്പക്കാരുമായി ഒളിച്ചോടിപ്പോകുന്നതായ സഹോദരിമാരുണ്ട്. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചൊളിയുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണുമായി ചെങ്ങാത്തം പുൽകിക്കൊണ്ട് അവളുമായി ശരീരം ഇഴുകിച്ചേരുന്നതായ ഒരു മടിയില്ലാത്ത, ഉളുപ്പില്ലാത്ത, നാണമില്ലാത്ത ചെറുപ്പക്കാര് കടന്നു വരുന്ന സ്ഥലമാണ് നരകമെന്ന് പറയുന്നത്, കത്തിച്ചൊലിക്കുന്ന നരകമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നരകത്തിൽ ഒറ്റക്കല്ല. ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞില്ലയോ, ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. ലോകത്തുള്ളതാകുന്ന മനുഷ്യജിന്ന് വർഗത്തെ കൊണ്ട് ഞാൻ നരകം നിറയ്ക്കുന്നതാണ്, തീർച്ചയായും നിറയ്ക്കുന്നതാണ് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തിയതാണ്, അല്ലാഹു പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ പാവപ്പെട്ട ഉസ്മാനിനെ അല്ലാഹുവിന്റെ അലങ്കരീയമായ വിധി പ്രകാരം കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് എറിയപ്പെട്ടാലും കുന്തു മഅന്നാസ്. അവിടെയും എൻ്റെ കൂടെ ആളുകളുണ്ട്. ഈ ദുനിയാവിൽ തിന്മ ചെയ്തവരുണ്ട്. മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിവിട്ടതായ മക്കളില്ലയോ, മക്കളെ കൊണ്ടുപോയി അമ്മത്തൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞതായ രക്ഷിതാക്കളില്ലയോ, മക്കൾക്ക് ദീൻ കൊടുക്കാത്തതായ മാതാപിതാക്കളില്ലയോ, ദീൻ കൊടുത്തിട്ട് പോലും മക്കളെ മറക്കുന്നതായ മക്കളില്ലയോ, മാതാപിതാക്കളെ മറക്കുന്നവരില്ലയോ, ഒളിച്ചോടി പോകാൻ വെമ്പലോടുകൂടി നിൽക്കുന്ന 18-ന്റെയും 20-ന്റെയും നിറകുടങ്ങളായ യുവതികളില്ലയോ. ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകും. ചുരുക്കത്തിൽ ഞാൻ മഹ്ശറയിൽ ഒറ്റക്കല്ല, നരകത്തിലും ഒറ്റക്കല്ല, എൻ്റെ കൂടെ ആളുകളുണ്ട്. വലാകിൻ ഇദാ കുന്തു ഫിൽ ഖബരി ലം യകുൻ മഈ അഹദ്. ഞാൻ ആറടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഈ ഭൂമുഖത്ത് നിന്നിന്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരാളും എന്നോടൊപ്പമില്ല, ഒരാൾ പോലും തുണയില്ല. എനിക്ക് ദുനിയാവിൽ കള്ള് വാങ്ങിച്ചു തന്നവൻ, ദുനിയാവിൽ എന്നെ വിചാരശാലയിലേക്ക് കൊണ്ടുപോയവൻ ബാംഗ്ലൂരിലുണ്ടടാ, എറണാകുളത്തുണ്ടടാ, തിരുവനന്തപുരത്തുണ്ടടാ, ഡൽഹിയിലുണ്ടടാ എന്ന് പറഞ്ഞ് റെഡ് സീറ്റുകളെ പരിചയപ്പെടുത്തിയതായ യുവാക്കളില്ലയോ, ഒരാൾ പോലും എനിക്ക് തുണയില്ല. ഖബറിൽ ഞാൻ ഒറ്റയ്ക്കാണ്, ഖബറിൽ ഞാൻ ഭീതിതനാണ്, ഖബറിൽ എന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ടാണ് ഖബർ കേൾക്കുമ്പോൾ കരയുന്നത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ചിന്തിച്ചിട്ടുണ്ടോ സഹോദരാ? കാലാമ്പൂരിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് സഹോദരിമാരെ, ചിന്തിച്ചിട്ടുണ്ടോ ഖബറിനെ കുറിച്ച്? അടുത്ത സെക്കൻഡിൽ പോകേണ്ടതാണ്. നിന്റെ ഭാര്യ വരൂല, നിന്റെ ഭർത്താവ് വരൂല, നിന്റെ കൂട്ടുകാരനില്ല, നിന്റെ സഹോദരനില്ല, നിന്റെ അയൽവാസികളില്ല, നിന്റെ ബന്ധുമിത്രാദികളില്ല. നീ ചൊല്ലിയതായ സ്വലാത്തല്ലാതെ, നീ നമസ്കരിച്ച നമസ്കാരമല്ലാതെ, നീ ചൊല്ലിത്തീർത്തിയതാകുന്ന ദിക്റുകളല്ലാതെ, നീ പാവങ്ങളുടെ കണ്ണീരപ്പിയതല്ലാതെ, നീ നിരാലംബര കവലംബമായതല്ലാതെ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്തതല്ലാതെ, പട്ടിണി പാവങ്ങളുടെ കണ്ണീരപ്പിയതല്ലാതെ, വിധവകൾ കത്താടിയായി വർത്തിച്ചതല്ലാതെ, നിന്റെ ജീവിതത്തിൽ അജ്വാ പ്രവർത്തകരോടൊപ്പം നെഞ്ചൂക്കോട് ചേർന്നുകൊണ്ട് നീ ചൊല്ലിയതാകുന്ന സലാത്തുകളില്ലയോ? 313 വെച്ച് ചൊല്ലിക്കൊണ്ട് നീ ചൊല്ലി ബുക്കിലേക്ക് രേഖപ്പെടുത്തിയതായ
ചൊല്ലിയതായ നിന്റെ ലക്ഷക്കണക്കിന് സ്വലാത്തില്ലയോ, അതല്ലാതെ ഒന്നും നിനക്ക് ഖബറിൽ തുണയില്ല. ഇന്നലെ വരെ ഭർത്താവിനോടൊപ്പം ചുംബം കൊടുത്തുകൊണ്ട് കടന്നതായ സോദരിയല്ലയോ, ഇന്നലെ വരെ ഭാര്യയോടൊപ്പം ഒട്ടിക്കടന്നതായ ചെറുപ്പക്കാരനല്ലയോ, ഇന്നിതാ ഖബറിൽ വന്ന് കിടക്കുകയാണ്. പുഴുക്കളാണ്, മണ്ണാണ്, നിന്നെ ഇതാ തിന്നാൻ പോകുന്നത്. 3 ദിവസങ്ങൾക്ക് ശേഷം നിന്റെ ജീവിതം വല്ലാത്തതാണ്. ഇന്ന് മുതൽ നീ പ്രയാസമാണ്. ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, ഇതിന്റെ ഞെരുക്കത്തിൽ നിന്ന്, ഇതിന്റെ അദാബിൽ നിന്ന്, ഇതിന്റെ മുങ്കർ നക്കീറിന്റെ ചോദ്യോത്തരങ്ങളിൽ നിന്ന് റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മതിന്മകൾ രേഖപ്പെടുത്താൻ പറയുമ്പോ കഫംപുടയിലേക്ക് ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് നീ നന്മകളാണ് രേഖപ്പെടുത്തിയതെങ്കിൽ നിന്റെ നമസ്കാരം എഴുതിയക്കത്തിൽ നിന്ന്, അതിന്റെ അദാബിൽ നിന്ന്, അതിന്റെ ചോദ്യോത്തരങ്ങളിൽ നിന്ന്, മുങ്കർ നക്കീർ അലൈഹിസ്സലാമിന്റെ ഭീതിതമാകുന്ന ചോദ്യങ്ങളിൽ നിന്ന് റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നിന്നോട് നന്മതിന്മകൾ രേഖപ്പെടുത്താൻ പറയുമ്പോ ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് തിന്മകളാണ് കഫംപുടയിലേക്ക് എഴുതി വെച്ചതെങ്കിൽ, നീ കള്ളു കുടിച്ചത്, നീ വിചരിച്ചത്, അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആ ബാങ്കിന് ഉത്തരം കൊടുക്കാതെ കൂട്ടുകാരനുമായി സിനിമ കാണാൻ പോയത്, തിയേറ്ററിന്റെ മുന്നിൽ ക്യൂ നിന്നത്, ബീവറേജിന്റെ മുന്നിൽ ക്യൂ നിന്നത്, ഒളിച്ചും പാത്തിയും കഞ്ചാവടിച്ചും കറങ്ങി നടന്നത്, ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കൂട്ടുകാരികളുമായി കറങ്ങി നടന്നത്, ബീച്ച് റോഡുകൾ രാത്രിയുടെ സമയങ്ങളിൽ നീ സജീവമാക്കിയത്, എല്ലാം നിനക്ക് പ്രയാസമാണ്. ലാ ഇഖാലൂക നാജിയാ, നിന്നെ കുറിച്ച് രക്ഷപ്പെട്ടവനാണെന്ന് പറയാൻ ഈ ഉസ്മാനിനെ കൊണ്ട് പറ്റൂല. ചൊല്ലിയ സ്വലാത്തുകൾ, ഞങ്ങൾ ചൊല്ലിയ അദ്കാറുകൾ, ഞങ്ങൾ ഓതി വീട്ടിയതായ ഖുർആനിക സൂക്തങ്ങൾ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്, കാവൽ നൽകണേ അല്ലാഹ്.